ഓച്ചിറ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സെമിനാറും സംഘടിപ്പിച്ചു. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ഉം +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയ 79 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സെമിനാറും നടന്നു. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സജി ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പം വണ്ണമുള്ളവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ ജിമ്മിലൊക്കെ പോയാൽ ഒരു 10 കിലോ കുറയത്തുള്ളൂ. പിന്നെ ഈ പീഡിയാട്രിക് സർജറി എന്ന് പറയുന്ന കുടൽ കട്ട് ചെയ്ത് കളയുന്ന സർജറിയാണ്. അതൊരു 30 കിലോയെ കുറയ്ക്കാൻ 20 കിലോയെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഇച്ചിരി കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ ഒത്തിരി വണ്ണം വെച്ചാൽ അവർക്ക് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന PCOD ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ആ സ്കൂളിൽ ഇപ്പോൾ സ്ക്രീനിങ് പ്രോഗ്രാം വെച്ചിട്ട് അൾട്രാസൗണ്ട് അബ്ഡോമിന് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അവരെ PCOD നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോഴാണ് PCOD ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ വണ്ണം പല പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. 1 PCOD, 2 ഡയബറ്റീസ്, 3 പ്രഷർ. 30 വയസ്സിന് താഴെ ഇപ്പോൾ പേഷ്യൻസ് ഡയബറ്റീസും പ്രഷറും ഷുഗറും ഒക്കെ ഇതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ വണ്ണം വെപ്പിച്ചാൽ അവർ മിഡിൽ ഏജ് ഒബിസിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഏജിനനുസരിച്ചുള്ള വെയിറ്റേ പാടുള്ളൂ എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുക്കും. പാസ്റ്റർ ഷിബു KV അധ്യക്ഷത വഹിച്ചു. കരിയർ ഗുരു, മനഃശാസ്ത്ര പരിശീലകനും എഴുത്തുകാരനുമായ മനുകുമാർ ആലിയോട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം കായംകുളം DOSP ബാബുക്കുട്ടൻ നിർവഹിച്ചു. കുഞ്ഞുങ്ങളുടെ ഓരോ ഭാവി എന്തൊക്കെയാകണം, അവർക്ക് എന്തെല്ലാം ഗൈഡൻസ്, വീഴ്ചകൾ കൂടാതെ എവിടെ ലക്ഷ്യസ്ഥാനത്തെത്താം, അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ശ്രീ മനുകുമാർ സാറും മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ തന്നെ ഈ വേദിയിലുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ഈ വെച്ചിരിക്കുന്ന വേദി തന്നെ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ലാത്ത ഒരു സമയമാണിത്. കാരണം വിജയം നേടുന്ന കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കോ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അവരെ കുറ്റപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജനറേഷനേക്കാൾ 3 ഇരട്ടി അറിവും വിവേകവും ഒക്കെ അവർ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്കൊരു മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പല കാര്യത്തിലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, ഒന്നും അറിയില്ല. അപ്പം 3 ഇരട്ടി ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണോ പറയുന്നത്, ചോദിക്കുന്നത്, അതേ ചോദ്യങ്ങളാണ് അവർ പഠിക്കുന്നത്. അതായത് ഡിഗ്രിക്ക് അനുസരിച്ച് അവരുടെ വിവേകവും ബുദ്ധിയൊക്കെ വളർന്നിട്ടുണ്ട്. പാസ്റ്റർമാരായ PV ജോസഫ്, റെജി പാപ്പച്ചൻ, ബാബു ജോസ്, സൈമൺ, ബേബി, ജോബിൻ, ലാൽജി തോമസ്, പ്രസാദ് എന്നിവർ സംസാരിച്ചു. +1 പരീക്ഷയിൽ 520-ൽ 518 മാർക്ക് നേടിയ ക്രിസ്റ്റിന മേരി ജോർജിനെ ഡോക്ടർ സജി ഫിലിപ്പ് ചടങ്ങിൽ ആദരിച്ചു. OCPF പ്രസിഡന്റ് ജോൺ ഡാനിയൽ സ്വാഗതവും സെക്രട്ടറി സാജു PS നന്ദിയും പറഞ്ഞു. ഗായകൻ റെജി സദാനന്ദൻ, നവീന, സജു, ക്രിസ്റ്റിന എന്നിവർ ചേർന്ന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിച്ചു. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. CD നെറ്റ് ന്യൂസ്, കായംകുളം.